ACPയുടെ അഴിഞ്ഞാട്ടത്തിനും അട്ടഹാസങ്ങൾക്കും പുറകെ രഹസ്യ ഭാര്യയുടെ പോർവിളിയും കയ്യാങ്കളിയും. മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച് അവശരാക്കിയതിന്റെ പേരിൽ സസ്പെൻഷനിലായ ACP കാർത്തിക്കിന്റെ ലിവിംഗ് ടുഗദർ പങ്കാളിയുടെ വെല്ലുവിളിയും കയ്യേറ്റവും. എന്റെ ദൈവമേ, എന്തൊക്കെ ആപത്തുകളായി വന്നു ചേരുന്നേ. ഞാൻ പറഞ്ഞില്ലേ, ആ വാളി എപ്പ ഇവിടുന്ന് പോയോ അപ്പ മുതല് ചെമ്പകമംഗലത്തിന്റെ നാശവും തുടങ്ങി. ഞങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്, അടിച്ചൊതുക്കാമെന്നൊന്നും കരുതണ്ട. വേണ്ടെന്നല്ലേ പറഞ്ഞത്? വാ. ഓ, അവൾ ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത്. ഭർത്താവ് കാണിച്ചതിന്റെ സാമ്പിളാ ഇപ്പൊ ഭാര്യ കാണിക്കുന്നത്. ആ, ഞാൻ ജഗദീഷ് ചേട്ടനൊന്ന് വിളിക്കട്ടെ. അവള് തിരക്കി പോയിരിക്കില്ലേ ജഗദീഷ് ചേട്ടൻ? പറഞ്ഞോ. മീനാക്ഷി അന്വേഷിച്ചിട്ട് എങ്ങോട്ട് പോണ്ട, അവള് TV-യിൽ കണ്ടു. പോ. TV കണ്ടു കിട്ടിയെന്നോ? കാര്യം എന്താന്ന് തെളിച്ചു പറയടി. അവള് മീഡിയക്കാരുടെ മുന്നിൽ ചെന്ന് ചാടി കൊടുത്തിട്ടുണ്ട്. ഭർത്താവ് ഷൈൻ ചെയ്തത് പോരാഞ്ഞിട്ട് ഭാര്യയുടെ വക ഓട്ടം തുള്ളലും. ഒരു മീഡിയക്കാരനെ അവള് തല്ലി. ദേ, TV ചാനലിലൊക്കെ ഇപ്പൊ മീനാക്ഷി ഹീറോയിൻ. ചെമ്പകമംഗലത്തിന് മാനം പോയാ ഓക്കേ. ഞാൻ മിണ്ടാതിരിക്കാം, പക്ഷേ തേച്ചാലും കുളിച്ചാലും ഈ നാണക്കേട് മാറില്ല. നീ വെച്ചിട്ട് പണി നോക്ക്. ഒന്നിന്റെ പുറകെ മറ്റൊന്നായി കഷ്ടകാലത്തിന്റെ പെരുമഴിയാണല്ലോ ദൈവമേ. അന്തസ്സും ആഭിചാര്യവും പാരമ്പര്യമുള്ള ചെമ്പകമംഗലത്തിലുള്ള കുട്ടിയല്ലേ? ഹാ, നാണക്കേട് പങ്കിട്ടെടുക്കാം. മാലതിക്ക് സന്തോഷമുള്ള വാർത്തകളാണല്ലോ കേൾക്കുന്നത്. കേട്ട് രസിക്ക. മീനാക്ഷി, മീനാക്ഷി, എന്താടോ ഇത്? എടോ, എന്തെങ്കിലും ഒന്ന് പറയൂ. എന്തൊരു ദുർവിധിയാ കാർത്തിയേട്ടാ ഇത്. സമാധാനിക്കും മീനാക്ഷി, എന്ത് ചെയ്യാൻ പറ്റും? വരുന്നതൊക്കെ അനുഭവിക്കാതെ തരവില്ലല്ലോ. കാർത്തിയേട്ടാ, എന്തൊക്കെയാ വൃത്തിയായിട്ട് അവള് പറഞ്ഞൊപ്പിച്ചത്. ആ പെരുങ്കള്ളി പറഞ്ഞെല്ലാം പച്ചക്കള്ളമല്ലേ. ഇപ്പൊ ഞാനും കാർത്തിയേട്ടനും ആരായി ഈ ലോകത്തിന് മുൻപില്? ഒന്നും സാരമില്ലടോ, ഞാനില്ലേ തനിക്ക്. എന്നെ അല്ലാതെ വേറെ ആരെ ബോധ്യപ്പെടുത്തണം തനിക്ക്? ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒന്നും ഓർക്കരുത്. അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഒരേ മനസ്സും രണ്ട് ശരീരമാണ് നമുക്ക്. അത് മതി. തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ തോറ്റുമാറും. അതിനുള്ള അവസരം ഒരുക്കരുതായിരുന്നു. ഉടവാൾ സൂക്ഷിച്ചിരുന്ന അറയുടെ താക്കോല് ഉറപ്പോടെ സൂക്ഷിക്കണമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ആ മൈഥിലി തന്നെയാണ് വാളെടുത്തോണ്ട് പോയതെന്ന് ആരറിഞ്ഞു? വാൾ അവളാണ് എടുത്തതെങ്കിൽ പോലീസ് അവരുടെ വീട് സെർച്ച് ചെയ്തപ്പോ വാള് കിട്ടേണ്ടതല്ലേ? മൈഥിലിയോ വൈശാഖും പക്ക ക്രിമിനൽസ് മാത്രമല്ല, പഠിച്ച കള്ളനും കള്ളിയോ. കാർത്തിയ വീട് സെർച്ച് ചെയ്യുമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. വാളപ്പഴയെ മാറ്റിക്കാണും. വാള് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഈ മീനാക്ഷി പറഞ്ഞുള്ള അറിവല്ലേ? ഇവള് തന്നെയാണോ വാളെടുത്ത് മാറ്റിയതെന്ന് ആരറിഞ്ഞു? എന്തായാലും മുളച്ചു പൊന്തിയത് ആ മാധവ മന്ദിരത്തിന്റെ പാടത്ത് നിന്നല്ലേ? രാജലക്ഷ്മി, എന്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോകും. എന്നെ ഒരു ഭ്രാന്തനാക്കി നീ മാറ്റരുത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതിൽ എന്താ തെറ്റ്? ആ ഇന്ദ്രജ പറഞ്ഞതിലുണ്ടല്ലോ പലതും ഗ്രഹിച്ചെടുക്കാൻ.
മുത്തശ്ശി, എനിക്ക് സങ്കടമുണ്ടമ്മേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ. ആ ഇന്ദ്രജ പറയുന്ന കള്ളക്കഥകളൊക്കെ അമ്മ വിശ്വസിക്കുകയാണോ? ആ ഇന്ദ്രജ അമ്മായിയും ഈ തറവാടിന്റെ ശത്രുവാ. അത് മുത്തശ്ശി മനസ്സിലാക്കണം. ശത്രുത തന്നെയാ, പക്ഷേ ആ ശത്രു പറഞ്ഞതിൽ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അമ്മേ, രാജലക്ഷ്മി, അപവാദം പറയുന്നതിന് ഒരു അതിര് വേണം. ഞാൻ മുത്തച്ഛനാ. നിനക്ക് കൊച്ചുമക്കളോട് വാത്സല്യം ഇല്ലാതിരിക്കാം, പക്ഷേ ആ നിൽക്കുന്നത് എന്റെ മകന്റെ മകളാ. വിളിച്ചാൽ വെളികേക്കാത്ത സ്ഥലത്താ എന്റെ മകൻ. ആ എന്റെ മകന്റെ മകളാ ഈ കുട്ടി. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടി. ഓ, ഒരു മുത്തശ്ശിയുടെ സഹതാപ തരംഗം. ഞാനൊരു കാര്യം പറയുമ്പോ എല്ലാവരും വികാരം കൊണ്ടിട്ട് കാര്യമില്ല. ഈ കുടുംബത്തെ ഇവള് ഇതിലധികം നാണം കെടുത്താനുണ്ടോ? ഇവൾ എന്തിനാ ഇപ്പൊ കാർത്തി കിടന്ന ആശുപത്രിയിലേക്ക് ചെന്ന് കയറിയത്? അവളവളുടെ ഭർത്താവിനെ കാണാൻ. അതുകൊണ്ട് എന്താ ഉണ്ടായത്? മൈഥിലി പറഞ്ഞ അവിഹിത കഥ മുഴുവൻ ഇവൾ ഊട്ടി ഉറപ്പിക്കുകയല്ലേ ചെയ്തത്. ഇനി ആ കഥയിലെ നായികയെ തെരഞ്ഞ് ആർക്കും ചെമ്പകമംഗലത്തേക്ക് വരേണ്ടതില്ലല്ലോ. ചെമ്പകമംഗലത്തുള്ളവര് മുഴുവൻ പിമ്പുകളായി മാറിയില്ലേ? നീതിയും നിയമമൊക്കെ പറഞ്ഞ മൈഥിലിയുടെ ഭാഗത്തല്ലേ ന്യായം? അവളോട് ഡിവോഴ്സ് വാങ്ങിച്ചിട്ടുണ്ടോ ഇവൻ? ഉണ്ടോ? അവളെ തിരിച്ചു വിളിച്ച് ചെമ്പകമംഗലത്തെ റാണിയാക്കൂ.